കർത്താവിൽ പ്രിയരെ, ദൈവദിനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ആലയം ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞു. ഈ വിഷയമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പുറപ്പാട് പുസ്തകം 25 വാക്യത്തിൽ, ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഇസ്രായേൽ ജനത മിസ്രയീം വിട്ട് കനാനിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിലായിരിക്കുമ്പോഴാണ് ഈ അരുളപ്പാട്, കൽപ്പന ദൈവം നൽകുന്നത്. ഞാൻ അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ലെറ്റ് ദം മേക്ക് മീ എ സാങ്ച്വറി എന്നാണ് പറഞ്ഞത്. 25 വാക്യം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരമൊക്കെയും തന്നെ ഉണ്ടാക്കണം. ഈ കാര്യം എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. 5 വാക്യം, കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 40 വാക്യം, അവൻ തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റും പ്രാകാരം നിർത്തി പ്രാകാരവാതിലിൻ്റെ മറശ്ശീല തൂക്കി. ഇങ്ങനെ മോശ പ്രവൃത്തി സമാപിച്ചു. എന്താണ് മോശ പണിതത്? സമാഗമന കൂടാരം, ടെന്റ് ഓഫ് ദ കോൺഗ്രിഗേഷൻ, അല്ലെങ്കിൽ ടേബർനാക്കിൾ ഓഫ് ദ കോൺഗ്രിഗേഷൻ, സഭയിൻ കൂടാരം, സമാഗമന കൂടാരം എന്ന് ഇത് അറിയപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 40:34, അപ്പോൾ മേഘം സമാഗമന കൂടാരം മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. പുറപ്പാട് 40:35, മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. സമാഗമന കൂടാരത്തിൽ, ഈ സമാഗമന കൂടാരത്തിൻ്റെ പണിക്ക് ഏകദേശം 6 മാസക്കാലം സമയമെടുത്തു. അതിൻ്റെ പണി പൂർത്തിയായപ്പോൾ ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരമാണോ ഇതെല്ലാം നിർവഹിച്ചിരിക്കുന്നത് എന്ന് മോശ ഒരു പരിശോധന നടത്തി. പുറപ്പാട് പുസ്തകം 39:42 ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ഇസ്രായേൽ മക്കൾ എല്ലാ പണിയും തീർത്തു. 39 വാക്യം, മോശ പണിയൊക്കെയും നോക്കി, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവർ അത് ചെയ്തു തീർത്തിരുന്നു എന്ന് കണ്ട് മോശ അവരെ അനുഗ്രഹിച്ചു. ദൈവ ആത്മാവിനാൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെയും ജോലി ചെയ്തു തീർത്തത്. അടുത്തത് ശലോമോൻ കെട്ടിയ ആലയത്തെക്കുറിച്ച് ഉള്ളതാണ്. 1 രാജാക്കന്മാർ 8 വാക്യം, പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ മേഘം യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞു. 1 രാജാക്കന്മാർ 8:11, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. ഇതേ കാര്യം തന്നെ 2 ദിനവൃത്താന്തം 7 ഇങ്ങനെ വായിക്കുന്നു. 1 വാക്യം, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ആലയം പ്രതിഷ്ഠിക്കുന്നതായ പ്രത്യേക ഒരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്നും തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. 2 ദിനവൃത്താന്തം 7:2, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. അവിടെ നിയോഗിക്കപ്പെട്ട ഗായക സംഘം ഉണ്ടായിരുന്നു. അവർ വാദ്യമേളങ്ങളോടുകൂടി, സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി സ്തുതിഗാനങ്ങൾ ആലപിച്ചു. അങ്ങനെ ആ ആലപിച്ച സമയത്ത് എന്തു ചെയ്തു? ഈ മന്ദിരം ദൈവ മഹത്വം കൊണ്ട് നിറവാൻ ഇടയായി. കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു? ഈ ശലോമോൻ കെട്ടിയ ആ ആലയം ബാബിലോൺകാരുടെ ആക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടു. അത് BC 586 സംഭവിച്ചത്. 70 ആണ്ടുകൾക്ക് ശേഷം
അടിമത്തത്തിലേക്ക് പോയ ബാബിലോൺ അടിമത്തത്തിലേക്ക് പോയ ആ ജനം തിരിച്ചു വരികയും രണ്ടാമത് ഒരു ആലയം അവർ പണിയുകയും ചെയ്തു. അതിൻ്റെ പ്രതിഷ്ഠയുടെ സമയത്ത് ഈ പറഞ്ഞ പ്രത്യേക അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ആ രണ്ടാമത്തെ ആലയത്തിൽ ഷെക്കൈന ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നിയമപ്പെട്ടകം അവിടെ ഉണ്ടായിരുന്നില്ല. അതുപോലെ അവിടെ സമർപ്പിക്കപ്പെട്ടതായ യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നതിന് ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നതും ഇല്ല. ഇനി നമ്മൾ സ്വർഗീയ മന്ദിരത്തെക്കുറിച്ച് ഒരു വാക്യം വായിക്കുകയാണ്. ഇത് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിലാണ് കാണുന്നത്. 15-ാം അധ്യായം 7-8 വാക്യങ്ങൾ, 2 വാക്യങ്ങൾ. അപ്പോൾ 4 ജീവികളിലൊന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശം ആ 7 ദൂതന്മാർക്ക് കൊടുത്തു. വെളിപ്പാട് 15-8. ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദൈവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ മാസം 7 കഴിയുവോളം ദൈവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഇത് സംഭവിക്കുന്നത് കർത്താവ് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലുള്ളതായ ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോഴാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? മനുഷ്യന് നൽകപ്പെട്ട കൃപയുടെ കാലം പൂർത്തിയായിരിക്കുന്നു എന്നാണ്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ താനെ ഭൂമിയുടെ മേൽ അന്ത്യ 7 ബാധകൾ ചൊരിയപ്പെടും എന്നുള്ളതാണ്. ആ സമയത്തേക്ക് കാലം അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനങ്ങൾക്ക് വേണ്ടി തിരുനാമത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിന്, അത് മനസ്സിലാക്കുന്നതിന്, ഞങ്ങളതിനെ മാനിക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ നാളിന് വേണ്ടി ഒരുങ്ങുന്നതിന് ദൈവം അടിയങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.